ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റിനെ ഡിവോഴ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാർസിസിസ്റ്റിനെ ഡിവോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, എപ്പോഴും എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്ക്ലൈമർ ആയിട്ട് എഴുതി കാണിക്കുന്നതാണ്, ഇത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് സംസാരിക്കുന്ന വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ ഡിവോഴ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും ഒരു നോർമൽ ഡിവോഴ്സിനെ, നോർമലായിട്ടുള്ള മനുഷ്യർ ഡിവോഴ്സ് ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യരുത്. അതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഒരു നാർസിസിസ്റ്റുമായിട്ടുള്ള ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിവോഴ്സ് പോലെയല്ല, സാധാരണ മനുഷ്യർ ഡിവോഴ്സ് ചെയ്ത് പോകുന്ന പോലെയല്ല. അവിടെ പരസ്പരം ഉള്ള വിഷമം ഉണ്ടാവും, മൂവ് ഓൺ ആവുന്നതിനെ പറ്റിയിട്ടുള്ള വിഷമങ്ങളുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. എന്നാൽ ഒരു നാർസിസിസ്റ്റുമായിട്ടുള്ള ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു മഹായുദ്ധം തന്നെയാണ്. നാർസിസിസത്തെ എപ്പോഴും നോർമലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കരുതുന്ന വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉള്ള നാടായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഇവിടെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിനോട് നിങ്ങൾ നിയമയുദ്ധം ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള എല്ലാ ലൂപ്പ് ഹോൾസും നിങ്ങൾക്കെതിരെ വെപ്പണായിട്ട് ഉപയോഗിക്കപ്പെടും. ഇതിനെ നേരിടാൻ നമുക്ക് ധൈര്യം മാത്രം പോരാ, വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മൂവ് ഓൺ ആവുക എന്നുള്ളതായിരിക്കില്ല ഇവിടെ എയിം എന്ന് പറയുന്നത്. ഇവിടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ അങ്ങേയറ്റം തകർത്തുകൊണ്ട് അവർക്ക് വിജയിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇതിന്റെ പിറകിലുള്ള സൈക്കോളജി സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്നും നമ്മുടെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ വളരെ വിദഗ്ധമായിട്ട് ഇതിൽ നിന്നും പുറത്തു വരാനുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള 5 സ്റ്റെപ്സ് ആണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ സേഫ്റ്റിയും നിങ്ങളുടെ കുട്ടികളുടെ സേഫ്റ്റിയും നിങ്ങളുടെ ഫ്യൂച്ചറും ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ആയിരിക്കും ഇതിലോരോന്നും ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ക്രിട്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ഡിസ്കാർഡ് വേഴ്സസ് ദ എസ്കേപ്പ്. മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ. ഇവിടെ നിങ്ങൾ ഡിവോഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മാനസികമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്, ഈ നാർസിസിസ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. കാരണം നിങ്ങൾ ഡിവോഴ്സ് വേണം എന്ന് ലോകത്തോട് വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഈ നാർസിസിസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ലെന്നും അവർ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഇമേജ് തെറ്റാണെന്നും അവർ വളരെ മോശം ഒരു വ്യക്തിയാണെന്നും മറ്റുള്ളവരോട് പറയുകയാണ്. അവിടെ ഒരു വലിയ നാർസിസ്റ്റിക് ഇഞ്ചുറി ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ ഇവർക്ക് നാർസിസ്റ്റിക് റേജ് ഉണ്ടാവുമെന്നും ഒരു പ്രതികാര മനോഭാവം ഇവരിൽ ഉണ്ടാവുമെന്നും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം, അത് കരുതിയിരിക്കണം. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവർ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം ഫ്ലൈയിങ് മങ്കീസിനെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് നിങ്ങളുടെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ അമ്പല കമ്മിറ്റിക്കാരെയും പള്ളി കമ്മിറ്റിക്കാരെയും ഒക്കെ ഉപയോഗിച്ച്, നാട്ടുകാരെ ഉപയോഗിച്ച്, നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സിനെ ഉപയോഗിച്ച് നിങ്ങളെ പ്രഷർ ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യമേ തന്നെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, മക്കളെ പറ്റിയൊന്നും ചിന്തിച്ചൂടെ, നിങ്ങൾ കുട്ടികളെ പറ്റിയിട്ടൊന്നും ആലോചിച്ചൂടെ, അല്ലെങ്കിൽ കുടുംബത്തിന് തന്നെ വലിയ നാണക്കെട്ടാണ് ഈ പ്രവൃത്തി കാരണം ഉണ്ടാകാൻ പോകുന്നത്, നീ ഇതൊന്നും ചെയ്യരുതേ, അല്ലെങ്കിൽ നീ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം മക്കളെ, നീ അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, അവന് ജോലിയിലെ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത്, താൽക്കാലികമാണിത്, പിന്നെ അങ്ങോട്ട് മാറിക്കോളും, ശരിയായിക്കോളും, നീ അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ സാഹചര്യത്തിലെ ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ കാണിക്കുകയാണെങ്കിൽ, ഈ വരുന്ന ഫ്ലൈയിങ് മങ്കീസിനോട് നിങ്ങൾ ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്കാണ് പ്രശ്നമെന്നും നിങ്ങൾ മാനസിക രോഗിയാണെന്നും വരുത്തി തീർക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്? ഇവിടെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, ആൾക്കാരെ ഇവർക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുമെന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും. കാരണം ഇവിടെ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നവർ തന്നെ ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള നാർസിസ്റ്റിക് ബിഹേവിയേഴ്സോ ടോക്സിക് ബിഹേവിയേഴ്സോ അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും അവരുടെ ജീവിതത്തിൽ ഉള്ളവരും രഹസ്യമാക്കി വെച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ ഇതുപോലെ ടോക്സിക് എനേബിളേഴ്സും ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കും. അവരെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കേട്ടിട്ട് വന്നിട്ട് ഉടനെ നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങളെ തിരിച്ച് അങ്ങ് വലിച്ചടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം ആൾക്കാർ. അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇവരുടെ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ട് ചേർന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കും എന്നുള്ളത്. കാരണം ഇത്തരത്തിൽ ഇത് സംഭവിക്കുമെന്ന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോളിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അയാളാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി അൺനെസസറി ആയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യും. അതിന്റെ ഒരു ആവശ്യമില്ല. ഇവിടെ എപ്പോഴും നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ലീഗൽ ഫ്രീഡം എന്ന് പറയുന്ന കാര്യം തന്നെ ആയിരിക്കണം, പബ്ലിക് അപ്രൂവൽ എന്ന് പറയുന്ന കാര്യം ആയിരിക്കരുത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൈലന്റ് വെപ്പൺ. നമ്മുടെ നാട്ടിലെ കോർട്ടിലെ സാഹചര്യത്തിൽ അറിയാമല്ലോ, നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞല്ല നമ്മൾ അവിടെ കോർട്ടിന് മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടത്. ഇമോഷണൽ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ നമ്മുടെ ലീഗൽ ബാറ്റിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക. അവിടെ എവിഡൻസുകളാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ എവിഡൻസുകൾ ഉണ്ടോ അത് വെച്ചിട്ടാണ് അവിടെ ജഡ്ജിനെ
നമുക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുക, നമുക്ക് അവിടെ ആർഗ്യുമെന്റ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. നാർസിസിസ്റ്റ് അവിടെ സത്യം ചെയ്ത് കൊടുത്തിട്ട് അവരെ ഗ്യാസ്ലൈറ്റ് ചെയ്യുകയും ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുകയും ചെയ്യുന്ന വളരെ വലിയൊരു നാടകമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു ഫാക്ച്വൽ മാസ്റ്റർ ആയിരിക്കണം നമ്മൾ അവിടെ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ അവിടെ കൃത്യമായിട്ട് വസ്തുതകൾ നിരത്തേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടത്? ഫിനാൻഷ്യൽ അബ്യൂസ് തെളിയിക്കുന്ന തരത്തിലുള്ള ഡോക്യുമെന്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെ കോപ്പി, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും റെസീറ്റുകളോ രേഖകളോ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അക്കൗണ്ടുകളോ അവരുടെ ഇടപാടുകളോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസും അതിന്റെ തെളിവുകളും, ഇത്തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്തും ഏതും ഇവിടെ തെളിവുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തേത് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെന്റ് ചെയ്യുന്നതാണ്. അബ്യൂസീവ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, അതിന്റെ സ്ക്രീൻഷോട്ടുകൾ, നിങ്ങളെ ഹരാസ് ചെയ്തു തെളിയിക്കുന്ന കോൾ ഹിസ്റ്ററി, ഉദാഹരണത്തിന് നിരന്തരം നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നതിന്റെ തെളിവ്, അല്ലെങ്കിൽ ഇമെയിലുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ്, ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ. പിന്നെ മൂന്നാമത്തേത് പാരന്റിംഗ് ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ, കുട്ടികൾക്കെതിരെ ഇവർ നടത്തിയിട്ടുള്ള അബ്യൂസുകളുടെ തെളിവുകൾ, അല്ലെങ്കിൽ പിന്നീട് കോർട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ പോലും കുട്ടിയുടെ കാര്യത്തിൽ ഇവർ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ തെളിവുകളെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ കയ്യിൽ വെക്കേണ്ടത്. ഡിജിറ്റൽ ആയിട്ടുള്ള ഏതെങ്കിലും ഗൂഗിൾ ഡ്രൈവ് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജിൽ നിങ്ങൾ അവിടെ ഒരു പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണം ഈ ഫയലുകളെല്ലാം സൂക്ഷിക്കാനായിട്ട്. അതിനൊപ്പം തന്നെ ഇത് നിങ്ങളുടെ വിശ്വസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിനെയോ കൂടി കയ്യിൽ ബാക്കപ്പ് ചെയ്ത് ഒരു 2-3 ബാക്കപ്പുകൾ ഇതിന് വെക്കണം. കാരണം ഈ നാർസിസ്റ്റുകൾക്ക് എപ്പോഴും ഇത് തെളിവ് കൈ കെട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം അവർ നശിപ്പിച്ചു കളയും. അവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരിക്കലും അവരുടെ കയ്യിൽ ഈ തെളിവുകൾ പെടരുത്. എപ്പോഴും ഈ എല്ലാ ഡോക്യുമെന്റുകൾക്കും ഒന്നോ അതിൽ കൂടുതലോ ബാക്കപ്പുകൾ ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് മീഡിയേഷന്റെ സമയത്ത് ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ഫാമിലി കോർട്ടുകളിൽ മീഡിയേഷന് വിളിക്കുമ്പോൾ എപ്പോഴും ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് സംഘടിപ്പിക്കുന്നത് കപ്പിൾസിനെ പറ്റിയിട്ട് വീണ്ടും ഈ ഡിവോഴ്സ് പ്രോസസ്സിലേക്ക് പോകുന്നവരെ റീയൂണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം വെച്ചിരിക്കുന്നത്. ഇതൊരു നാർസിസ്റ്റിന്റെ വിളനിലമായിരിക്കും, അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരിക്കും ലിറ്ററലി. അവർ ഇത് മാക്സിമം മുതലെടുത്ത് ഈ മീഡിയേറ്ററെ അവരുടെ ചാം കൊണ്ട് സ്വാധീനിച്ച് അവരെയും കൂടെ നിങ്ങൾക്കെതിരെയായി മാറ്റുന്ന രീതിയിൽ അവർ ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ ആദ്യമേ മുൻകൂട്ടി കണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ഒരു സോൾഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. ഇവിടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മീഡിയേറ്ററിന്റെ സാന്നിധ്യത്തിലുള്ള ആ ഒരു പീരീഡിൽ മാക്സിമം ബോറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുക. നിങ്ങൾ കരയുകയോ സ്ക്രീം ചെയ്യുകയോ ദേഷ്യം കാണിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇമോഷണൽ ആവുകയാണെങ്കിൽ മീഡിയേറ്റർ നിങ്ങളെയായിരിക്കും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഗ്രേ റോക്ക് മെത്തേഡ് യൂസ് ചെയ്ത് വളരെ സ്റ്റഡി ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫാക്ട്സിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന്, ഞാൻ എന്റെ ഫീലിംഗ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്റെയും എന്റെ കുട്ടികളുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട അസറ്റുകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരിക്കലും ജെയ്ഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ജെയ്ഡിനെ പറ്റിയിട്ട് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഡു നോട്ട് ജസ്റ്റിഫൈ, ഡു നോട്ട് ആർഗ്യൂ, ഡു നോട്ട് ഡിഫെൻഡ് ഓർ എക്സ്പ്ലെയിൻ. ഇപ്പൊ ഉദാഹരണത്തിന് മീഡിയേറ്റർ പറയുകയാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വളരെ ശുഭിതമായിട്ട് അവരെടുത്ത് ഈ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് മാഡം പറയുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇമോഷണൽ ആവുകയാണ്. സ്വാഭാവികമായിട്ടും വളരെ പാടാണ് അത്തരത്തിൽ ഇമോഷൻ കാണിക്കാതിരിക്കാൻ. പക്ഷേ അവിടെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് ഇമോഷൻ കാണിക്കാതെ തന്നെ ഇരിക്കണം. അവിടെ ശരിയായിട്ട് ഒരു ആൻസർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നിങ്ങൾ അവിടെ ശരിയായിട്ട് പറയേണ്ടത്, ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വയലൻസും റിപ്പീറ്റഡ് ആയിട്ട് അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നടക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. അവിടെ ഒരു കുട്ടിക്കോ എനിക്കോ സേഫ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം, ഈ വയലൻസിനും അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഉള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഇവിടെ നടക്കില്ല എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പറയുക. പിന്നെ അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അതിന് കൊടുക്കാതിരിക്കുക. നാലാമത്തേത് പാരലൽ പാരന്റിംഗ് എന്ന് പറയുന്ന കാര്യം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. കോ പാരന്റിംഗ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാവരും നിങ്ങളോട് പറയുന്നത് കോ പാരന്റിംഗ് ചെയ്യണം, കുട്ടിക്ക് ഈ ആളുടെ സാന്നിധ്യം വേണം, ആ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിലേ കുട്ടിക്ക് നന്നായിട്ട് വളരാൻ പറ്റുള്ളൂ എന്നായിരിക്കും പറയുന്നത്. അത് ഒരിക്കലും ശരിയല്ല. ഒരിക്കലും നിങ്ങൾക്ക് ഒരു നാർസിസ്റ്റുമായിട്ട് കോ പാരന്റിംഗ് നടത്താനായിട്ട് സാധിക്കുകയില്ല. ഓരോ തവണയും നിങ്ങൾ അവരോട് അടുത്താക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടിയെ അവരുടെ അടുത്ത് എത്തിക്കാനായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യം പറഞ്ഞ് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോണ്ടാക്റ്റിലാവുകയാണ്. അവരോട് വീണ്ടും സംസാരിക്കേണ്ട, ഇടപെടേണ്ട സിറ്റുവേഷൻ അവിടെ വരികയാണ്. ആ ഓരോ സിറ്റുവേഷനിലും നിങ്ങളെ ഉപദ്രവിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. ഇവിടെ സൊല്യൂഷൻ എന്താണ്? ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പാരലൽ പാരന്റിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നാർസിസ്റ്റുമായിട്ട് 0 വെർബൽ കോണ്ടാക്റ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്.
പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി വഴിയോ മാത്രമായിരിക്കണം. ഒരു രീതിയിലും ഫോൺ കോളുകളോ വാട്സപ്പോ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കരുത്. അതിനൊപ്പം തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കണം നിങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടത്. കോർട്ട് ഓർഡർ അങ്ങേയറ്റം സ്പെസിഫിക് ആയിട്ട് ഇവർ ഫോളോ ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിനൊപ്പം തന്നെ കുട്ടിക്ക് എപ്പോഴും 2 ഡിഫറെന്റ് വേൾഡ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആള് കുട്ടിയുടെ അച്ഛനാണെങ്കിൽ അച്ഛന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അച്ഛന്റെ സാന്നിധ്യത്തിൽ തന്നെ സംഭവിച്ചോട്ടെ. അപകടകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് അച്ഛൻ പാരന്റിങ്ങിൽ കുട്ടികളോട് ചെയ്യുന്നതെങ്കിൽ അതെന്തായാലും നമുക്ക് ഇടപെട്ടേ പറ്റൂ. അല്ലാത്ത പക്ഷം അവരെന്താണോ കുട്ടികളുടെ പാരന്റിങ്ങിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ കൺട്രോൾ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പാരന്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പാരന്റിങ് ഏറ്റവും സ്റ്റേബിളും സേഫ് ആയിട്ടുള്ള പാരന്റിങ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ പിന്നിലെ സയൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ വളരെ റെസിലിയന്റ് ആണ്. അവർക്ക് 2 പെർഫെക്റ്റ് ആയിട്ടുള്ള പാരന്റുകളെ ആവശ്യമില്ല. 2 പേര് അവിടെ പെർഫെക്റ്റ് ആയിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു സേഫ് ആയിട്ടുള്ള പാരന്റിനെ അവർക്ക് കിട്ടിയാൽ മതി. സേഫ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നാൽ മതി. കോൺഫ്ലിക്റ്റ് ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആയിരുന്നാൽ മതി അവരുടെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, കോൺഫ്ലിക്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പാരലൽ പാരന്റിങ് കാരണം തന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ മതിയാകും ഒരു കുട്ടിക്ക് വേണ്ട ഇമോഷണൽ സേഫ്റ്റിയും ഫ്രീഡവും അവർക്ക് വളരാനുള്ള നല്ല സാഹചര്യവും ഹെൽത്തി ആയിട്ടുള്ള സാഹചര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ട്. 5ാമത്തെ കാര്യം, എക്സ്റ്റൻഷൻ ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് സെപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും അബ്യൂസ് നിലനിൽക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. വൺസ് ഈ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് ഡിവോഴ്സ് ഫൈനലൈസ് ആയാലും നിങ്ങൾ എല്ലാം കഴിഞ്ഞു എന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അവിടെ ഒരു എക്സ്റ്റൻഷൻ ബേസ്റ്റ് നാർസിസിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം ഇവർക്ക് എല്ലാ രീതിയിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വലിയൊരു റേജ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരുടെ ഭാഗത്തു നിന്ന് കണ്ടുവരാനുള്ള കോമൺ ആയിട്ടുള്ള ടാക്ടിക്സുകളാണ് നിങ്ങൾക്കെതിരെ ഫാൾസ് കേസുകൾ ഫയൽ ചെയ്യുക, ഫാൾസ് ആയിട്ടുള്ള പണമിടപാട് കേസുകളും അല്ലെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ബാറ്റിലിന് വേണ്ടിയുള്ള കേസുകളും ഒക്കെ ഫയൽ ചെയ്യുക. ഇതിവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ പണവും നിങ്ങളുടെ എനർജിയും ഇങ്ങനെ ഡ്രെയിൻ ആക്കിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവർ ഫിനാൻഷ്യൽ സ്വീസിങ് നടത്തും. നിങ്ങൾക്ക് തരാനുള്ള അലിമണിയോ മെയിൻ്റനൻസ് മണിയോ ഒന്നും ഇവർ തരില്ല. ഈവൻ കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ പോലും അത് മനഃപൂർവ്വം നിങ്ങളെ തളർത്താനും നിങ്ങളെ വിഷമിപ്പിക്കാനും വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഒരു വിക്ടിം ടൂർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇവർ കാണിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആയിട്ടുള്ള ലോക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് മുഴുവൻ നിങ്ങൾ അവരെയും അവരുടെ കുടുംബത്തെയും ഇട്ടിട്ട് പോയി അബാൻഡൻ ചെയ്തു എന്നിങ്ങനെ ഇവർ പറഞ്ഞു നടക്കുകയും പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ബൗണ്ടറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അയൺ എന്ന് പറയുന്നത് ഇരുമ്പ് പോലെ സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലോയർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡൈനാമിക്സ്, ഇത്തരത്തിലുള്ള ഹൈ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്ന ടാക്ടിക്സുകൾ എടുക്കുന്നവരാണ് അവരെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ ലോയർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരു തരത്തിലും ഇവരുടെ പ്രൊവൊക്കേഷൻസിന്, ഇവരുടെ ഏത് രീതിയിലുള്ള പ്രൊവൊക്കേഷനും റിയാക്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ഫോക്കസ് ചെയ്യുക. കാരണം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് ഇവർക്കെതിരെ നമുക്ക് പയറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ ഷീൽഡ് എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് എല്ലാ രീതിയിലും കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അവിടെ തന്നെ എപ്പോഴും അവരുടെ ടാക്ടിക്സ് ഒരു സൈഡിൽ അവർ നടത്തിക്കൊണ്ടിരിക്കട്ടെ, നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടായിരിക്കണം, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഒരു നാർസിസിസ്റ്റിനെ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കുറെ കരിങ്കല്ല് കൊണ്ടുള്ള ഒരു ബാഗും ചുവന്നുകൊണ്ട് വലിയൊരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന പോലെ അത്രയും പാടുള്ള ഒരു കാര്യമാണ്. വളരെ അൺഫെയർ ആയിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും പല സാഹചര്യങ്ങളിലും. അങ്ങേയറ്റം ഈ പ്രോസസ്സ് നമ്മൾ തളർത്തുന്നതായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടത്, ഇവരുടെ ഒപ്പം സ്റ്റേ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ പ്രോസസ്സിന്റെ സമയത്തുണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. ഈ ഒരു സ്റ്റോം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പാസ് ചെയ്യും. പക്ഷേ ഇവരുടെ ഒപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള പെയിനാണ്. അതിനേക്കാളും എത്രയോ ഭേദമാണ് ഈ താൽക്കാലികമായിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും വലിയ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നത്. ഈ ഒരു ടോക്സിക് സൈക്കിൾ അത്തരത്തിൽ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുകയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരിക്കും. പക്ഷേ ഈ ടണലിന്റെ എൻഡിൽ സമാധാനം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ ഈ ഭൂമിയിലെ ഒരേ ഒരു ജീവിതത്തെ എല്ലാ രീതിയിലും ഹീൽ ചെയ്യിക്കാൻ കഴിയുന്ന സമാധാനം. ഈ യുദ്ധം നിങ്ങൾ തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഇത് വേണം എന്നുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുന്ന ആ ഒരാൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയമായിരിക്കും, ഇത്തരത്തിലുള്ള ഒരു ബാറ്റിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സമയമായിരിക്കും. അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് എത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേ സ്ട്രോങ്, യു ക്യാൻ ഡു ദിസ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും